എൻ്റെ പൊന്നു ദൈവമേ. പിന്നെ നമ്മുടെ പൂക്കി സാറ് പുതിയ അധ്യയന വർഷത്തിൽ കൊച്ചു കുട്ടികളോട് സംസാരിക്കുന്ന ഒരു പ്രഭാഷണമുണ്ട്. അത് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധയാർജിക്കപ്പെട്ടു. ഇത് നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലമാണ്, വിജ്ഞാന വിസ്ഫോടനം. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? ഏറ്റവും കുഴപ്പം പിടിച്ച സാധനം മനുഷ്യൻ കണ്ടുപിടിച്ചത് ഏതാ? ബോംബാണ്. ബോംബ് ഒറ്റയ്ക്ക് വിമാനത്തിൽ കയറി ഉക്രൈനിലും പാലസ്തീനിലും പോയി ബോംബിടോ? നിർമ്മിത ബുദ്ധിയാണ്, ഭയങ്കര ബുദ്ധിയാണ്, നമ്മളെക്കാളും ബുദ്ധിയാണ് അതിന്. കടാരം ആളുകളെ കുത്തിക്കൊല്ല അല്ലേ? എന്നാലും നഴ്സറി കുട്ടികളോട് ഇതുപോലുള്ള പാതകമൊക്കെ ചെയ്യാൻ സതീശൻ സാറിന് എങ്ങനെ തോന്നി? ബോംബ്, മലപ്പുറം കത്തി, അമ്പും ബില്ലും എന്തൊക്കെയായിരുന്നു അല്ലേ? പിന്നെ പൂക്കി സാറിൻ്റെ ഈ ഒരു പ്രഭാഷണം കൂടെ കേട്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. തൃപ്പൂണിത്തറയിൽ നിന്നും പറവൂർ ഇദ്ദേഹം എത്തിയത് മണി ചെയിൻ ചെയ്യാനാണെന്നുള്ളത്. ഇതുവരെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. അതിൽ നിന്ന് ഇതുവരെ മുഖ്യമന്ത്രിയായിട്ടും അദ്ദേഹത്തിന് ഒരു മാറ്റവും ഇല്ല. ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് 100,000 ഒരു വട്ടം വരച്ചിട്ട് 100,000 വട്ടം താഴോട്ട് വരച്ചിട്ട് അവസാനം നിങ്ങൾ മറ്റുള്ള ആൾക്കാർ നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കി തരുമെന്നും പറഞ്ഞ് ഏതാ ഇനിയാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ യഥാർത്ഥ വികസന പദ്ധതിയിലെ ഒരു പ്രധാന ഘടകം MVDയുടെ വെഹിക്കിൾ മോഡിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നൊരു പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചിട്ടുണ്ട് സതീശൻ സാറിന്റെ നേതൃത്വത്തിൽ. പൂക്കിച്ചിരി അവിടുന്നാ തുടങ്ങിയത്, ഇപ്പോ ഊക്കിച്ചിരിയായി എന്നാ പിള്ളേർ പറയുന്നത്. കാറുകൾക്കൊക്കെ ഇപ്പൊ മോഡിഫിക്കേഷൻ പറ്റും, യു സർക്കാർ വന്നു കഴിഞ്ഞാൽ പറ്റും എന്നുള്ള രീതിയിൽ ഒരു കാർഡ് കണ്ടിരുന്നു. ഞങ്ങളത് മാനിഫെസ്റ്റോയിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. കാരണം അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. മോഡിഫിക്കേഷൻ നടത്തട്ടെ, ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ലേ. മണ്ടത്തരം പറയല്ലേന്ന് പറയുന്നില്ല, അതല്ലേ പറയൂ. സുപ്രീം കോടതി വിധിയും മോട്ടോർ വെഹിക്കിൾസ് ആക്ടും അതിന് തടസ്സമായി നിൽക്കുന്നു. സംസ്ഥാന സർക്കാരിന് മാത്രമായി അതിലൊന്നും ചെയ്യാനും കഴിയില്ല. സുപ്രീം കോടതി വിധിയെ മറികടന്ന് എങ്ങനെയാണ് ആൾട്രേഷൻ അനുവദിക്കുക എന്നതാണ് ചോദ്യം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഒരു കുടുംബത്തിൽ ഒന്നും എങ്ങനെയാവാം, എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്?